അർജുൻ ഒരു എക്സ്ട്രാ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അവനക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായി ഭയങ്കര നാണക്കേടാണ്. അവനക്ക് കല്യാണപ്രായമായെന്നും പറഞ്ഞ് അച്ഛനും അമ്മയും കൂടി ഇപ്പൊ പെണ്ണ് കാണാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ അവന് ആ പെണ്ണിനോട് സംസാരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കൃത്യമായി പുറത്തേക്കൊന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും അർജുനോട് ആ ഒരു പെണ്ണിനെ നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോ അവനും എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ പെണ്ണ് എന്ത് പറയുന്ന അറിയില്ലല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ അവര് സംസാരിച്ച് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കാറ് ഭയങ്കരമായിട്ട് എന്തിലോ പോയി ഇടിക്കുന്നുണ്ട്. അർജുനും എന്തിന്റെ മേലാണ് ഇടിച്ചതെന്ന് നോക്കാൻ വേണ്ടി പേടിച്ച് പുറത്തിറങ്ങുമ്പോ ഒരു ലേഡിയുടെ മേത്താണ് ആ ഒരു കാർ ഇടിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ലേഡിക്ക് ജീവനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അർജുൻ ബോഡി തിരിച്ചിടുമ്പോ ആ ഒരു സ്ത്രീയുടെ മുഖം ഭയങ്കര ഭീകരതയോടു കൂടിയാണ് ഉള്ളത്. ആ ലേഡി ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അർജുൻ അവന്റെ ഫാമിലിയും ആ ഒരു ലേഡിയെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പോലീസിനെ ഇൻഫോം ചെയ്തതുകൊണ്ട് തന്നെ അവര് വന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ അച്ഛനാണ് ആ ഒരു സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിരുന്നത്. അർജുന്റെ അച്ഛൻ പറയാണ് ആ ഒരു ലേഡി വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് കാറിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടിയത്, അതുകൊണ്ട് അവള് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണെന്ന്. ഇനി ഇത് സൂയിസൈഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പോലീസുകാരും അർജുനും കൂടി അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കാമെന്ന് കരുതി സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ആക്സിഡന്റ് സംഭവിച്ച ആ ലേഡി ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. അർജുന് അവിടെ നിന്ന് ഒരു കമ്പ് കിട്ടുന്നുണ്ട്. അത് ആ ഒരു ലേഡിയുടെ കമ്പായിരുന്നു. ആ കമ്പെടുത്ത് നാട്ടുകാർക്ക് കാട്ടിക്കൊടുത്ത ഉടനെ ഇതാ നായകളെ പിടിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീയുടെ കമ്പാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ആ ഒരു കാട്ടിനുള്ളില് ഒരു കുളത്തിന്റെ അടുത്ത് തനിച്ചൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലാണ് ആ ലേഡി താമസിച്ചുകൊണ്ടിരുന്നത്. അർജുനും പോലീസുകാരും ആ വീടിന്റെ ഉള്ളില് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ എന്തോ ഒന്ന് ചങ്ങല കെട്ടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ടോർച്ച് അടിച്ച് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോ അവിടെ ഒരു പെൺകുട്ടി പേടിച്ച് മറിഞ്ഞിരിക്കുന്നുണ്ട്. അവളുടെ കാലിലാണ് ഈ ചങ്ങല ഉള്ളത്. ആ പെൺകുട്ടിയോട് പോലീസുകാരെ ഞങ്ങൾ പോലീസാണെന്നും നീ പേടിക്കണ്ടെന്നും പറഞ്ഞ് ചങ്ങല അഴിക്കാനായിട്ട് നോക്കുമ്പോ ആ പെൺകുട്ടി പറയാണ് എന്റെ അമ്മ വന്നിട്ടാണ് ചങ്ങല അഴിച്ചു കളയാറെന്ന്. എന്നാ അവര് പറയുന്നുണ്ട് നിന്റെ അമ്മക്ക് ആക്സിഡന്റ് പറ്റി, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന്. ഇപ്പൊ ആ പെൺകുട്ടിയെ കൊണ്ട് അവര് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. റുക്സാന എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി അവളുടെ അമ്മയുടെ കൈ തടവി കൊടുത്തോണ്ട് ഉറങ്ങിക്കോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവളുടെ കയ്യിൽ നിന്ന് ഒരു കൺസെന്റ് പേപ്പേഴ്സ് സൈൻ ചെയ്ത് വാങ്ങിയിട്ട് ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകാണ്. അർജുനും ഈ നടന്ന സംഭവങ്ങൾക്കൊക്കെ ആ പെൺകുട്ടിയോട് സോറി ചോദിക്കുന്നുണ്ട്. അർജുന്റെ അമ്മ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. പാവ പെണ്ണിനെ ഒറ്റക്കാക്കി എങ്ങനെ പോവാനാ, അവൾ കാണാൻ ഒന്നും അറിയില്ല, അതുകൊണ്ട് ഫോർമാലിറ്റീസ് ഒക്കെ കഴിയുന്നവരെ ഞാൻ ആ പെണ്ണിന്റെ കൂടെ ഇരിക്കാമെന്ന് അർജുൻ പറയാണ്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആള് ആ ലേഡിയുടെ കയ്യിൽ ഒരു സൈൻ കണ്ടിട്ട് ആകെ പേടിക്കുന്നുണ്ട്. പുറത്ത് വന്ന അവനും ഏതോ ഒരു പ്രൊഫസറെ വിളിച്ച് ഇങ്ങനെ ഒരു സൈൻ കണ്ടു എന്ന് പറയാണ്. ആക്ച്വലി ഇവരെല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ആൾക്കാരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ കൊന്നു കളയലാണ് ഈ പ്രൊഫസറുടെ ജോലി. അർജുൻ ആ പെൺകുട്ടിയോട് നിന്നെ ഞാൻ വീട്ടിലാക്കി തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ കാട്ടിൽ കൊണ്ടുപോയി ആ പെണ്ണിനെ വിട്ടതിന് ശേഷം അവളുടെ കയ്യിൽ 2000 രൂപ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അവൻ പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിലും ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവനക്ക് അറിയുന്നില്ല, അവനക്ക് വഴി മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി അർജുനെ വഴി കാട്ടിക്കൊടുത്ത് കാറിന്റെ അവിടെ ആക്കി കൊടുക്കുന്നുണ്ട്. അർജുനെ പെണ്ണ് കാണാൻ പോയ ആ വീട്ടിൽ നിന്ന് ആ പെണ്ണിനെ അർജുനെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് കോൾ വരാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഈവനിങ് അവർ രണ്ടുപേരും ഒരു പാർക്കിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. റുക്സാന എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ആ കാട്ടിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ഒരു പ്രൊഫസറും അയാളുടെ ആളെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് വരുന്നുണ്ട്. അന്ന് രാത്രി അർജുൻ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് അർജുൻ എണീറ്റ് എല്ലായിടത്തും നോക്കുമ്പോ ചെളി പോരേണ്ട കാലുകൊണ്ട് ആരോ അകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് അവനക്ക് മനസ്സിലാവാണ്. അങ്ങനെ കട്ടിലിന്റെ അടിയിൽ അവൻ കുനിഞ്ഞു നോക്കുന്ന സമയത്ത് റുക്സാന പേടിച്ചുകൊണ്ട് വിറച്ച് ആ കട്ടിലിനടിയിൽ കിടക്കുന്നതായിട്ട് അവൻ കാണാണ്. റുക്സാന എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി കട്ടിലിനടിയിൽ പേടിച്ച് വിറച്ച് അവരെന്നെ ഇപ്പൊ കൊല്ലുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ എങ്ങനെയാണ് തന്റെ കട്ടിലിനടിയിൽ വന്നതെന്ന് അർജുൻ അറിയില്ലായിരുന്നു. ഇപ്പൊ അർജുൻ അവൾക്ക് കുടിക്കാനായി പാലെടുത്തോണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. അവൻ അവളോട് ചോദിക്കാണ് ഇനി പറ നിന്നെ ആരാണ് കൊല്ലാൻ വന്നതെന്ന്. അയാളെ കുട്ടിയായിരുന്നപ്പോ ഞാൻ കണ്ടതാണെന്നും അയാളെ കണ്ട ഉടനെ അമ്മ ഓടാൻ പറയും, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓടും. അയാൾ എപ്പോ കാണുന്നതും ഞങ്ങൾക്ക് പേടിയാണ്, അയാൾ ഞങ്ങളെ കൊല്ലാനായിട്ടാണ് വരുന്നത്, ഇപ്പോഴും ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. അയാളുടെ പേരെന്തെങ്കിലും അറിയോന്ന് അർജുൻ ചോദിക്കുമ്പോ പേരൊന്നും അറിയില്ല എന്നാണ് അവള് പറയുന്നത്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാണ് കാട്ടിനുള്ളിൽ നിന്ന് അത്രയും ദൂരം എന്റെ വീട് വരെ എത്തിയത്, നടന്നു വന്നതാണോ എന്ന് ചോദിച്ച് അവളുടെ കാലിലേക്ക് നോക്കുന്നുണ്ട്. കാലില് മൊത്തം ചെളി, പിന്നെ കാല് നന്നായി തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാ റുക്സാന ഞാൻ നടന്നല്ല ഓടിയാണ് വന്നതെന്ന് പറയാണ്. അർജുൻ അവളുടെ കാലിലുള്ള മുറിവിലെല്ലാം ഓയിൽമെന്റ് പരട്ടാനായിട്ട് പോകുമ്പോ അവൾ അതിന് സമ്മതിക്കുന്നില്ല. ഓക്കെ ശരി, എന്നാ നീ തന്നെ ഓയിൽമെന്റ് വെച്ചോന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ആ ഓയിൽമെന്റ് ട്യൂബ് കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് ആ ഓയിൽമെന്റ് പരട്ടേണ്ടതെന്ന് അർജുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം അർജുൻ എഴുന്നേറ്റ് നോക്കുമ്പോ അവള് നല്ലപോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനും ശരി എന്നാ ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ഗ്യാസ് ഓൺ ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോ ഒരു പ്രേതത്തെ പോലെ അവള് പിന്നിൽ വന്ന് നിൽക്കാണ്.
അർജുൻ അവളോട് നിനക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ, അവരുടെ വീട്ടിൽ ഞാൻ നിന്നെ കൊണ്ടുപോയി വിടാം എന്ന് പറയുമ്പോൾ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റക്കാണെന്നാണ് അവള് പറയുന്നത്. അർജുൻ ഇപ്പൊ ജോലിക്ക് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവനും നിന്നെ ഞാനിവിടെ പൂട്ടിയിട്ടിട്ട് ജോലിക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനവള് സമ്മതിച്ച് തലയാട്ടുന്നുണ്ട്. അവളിപ്പോ നഖം വെട്ടാനായിട്ട് അർജുനോട് നഖം വെട്ടി ചോദിക്കുമ്പോൾ അർജുൻ അത് എടുത്തു കൊടുത്തതിന് ശേഷം ജോലിക്ക് പോവാണ്. അവളിപ്പോ ബെഡിന്റെ മുകളിലിരുന്ന് നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ വേറെ ആരോ നഖം വെട്ടുന്ന സൗണ്ട് കൂടി അവൾക്ക് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാൻ വേണ്ടി അവൾ പോകുമ്പോൾ ജനൽ നന്നായി തന്നെ കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. അത് അവൾ അടച്ച് തിരിച്ചാ ഒരു ബെഡിനടുത്തേക്ക് വരുമ്പോ അവളുടെ രൂപത്തിലുള്ള അതേ ഒരു രൂപം അവിടെ കട്ടിലിൽ ഇരുന്ന് നഖം വെട്ടുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അത് കണ്ട് അവൾ ആകെ ഷോക്ക് ആവാണ്. പേടിച്ചു പോയ ആ ഒരു പെണ്ണും ബാത്റൂമിൽ പോയി ലോക്ക് ചെയ്തതിനു ശേഷം പൈപ്പ് തുറന്നു വിടുന്നുണ്ട്. പെട്ടെന്ന് അടുത്ത് തന്നെ ഒരു പ്രേതം പോലെ അവളുടെ അമ്മയുടെ രൂപം പ്രത്യക്ഷപ്പെടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേടിച്ചു പോയ അവളും ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി അവളുടെ തല വെള്ളത്തിൽ മുക്കി പിടിക്കുന്നുണ്ട്. അർജുൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അവളും ആ ഒരു ഡ്രസ്സ് മാറ്റിയതിനു ശേഷം അർജുൻ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ടായിരുന്നു. അവന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവൾക്ക് TV എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ആശ്ചര്യത്തോടുകൂടി അവൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ ഇപ്പൊ അവളോട് നിനക്ക് വേണ്ടി ഞാനൊരു ഹോസ്റ്റൽ റൂം നോക്കിയിട്ടുണ്ടെന്നും അവിടെ പോയി താമസിച്ചോളാനായിട്ടും പറയുന്നുണ്ട്. രാവിലെ മുതൽ ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കല്ലേ, ഇന്നാ ഇത് കഴിക്കുന്നു പറഞ്ഞ് അവൾക്ക് നേരെ ഒരു ഫുഡ് എടുത്ത് നീട്ടും. എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് കഴിക്കാതെ ഓടിപ്പോയി കട്ടിലിനടിയിൽ കിടന്ന് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അർജുൻ അവിടേക്ക് വന്നിട്ട് എന്ത് പറ്റി, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്താ ഫുഡ് കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നൊന്നും, നീ എന്നെ എവിടെയും കൊണ്ടാക്കല്ലേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് കരഞ്ഞോണ്ട് പറയാണ്. എന്നാൽ അർജുൻ അവന്റെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും, എനിക്കത് നാണക്കേടാണ്, ഇങ്ങനെ ഒരു പെൺകുട്ടി എന്റെ കൂടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും, ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവളെന്നാ ഞാൻ ആരും കാണാതെ ഇവിടെ നിന്നോളാം, അതിനുള്ള വിദ്യയൊക്കെ എനിക്ക് എന്റെ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിനക്ക് എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും കെഞ്ചാണ്. ശരി ഓക്കെ, നീ എന്നാ ഇപ്പൊ എവിടേക്കും പോകണ്ട, കുഴപ്പമില്ല, പക്ഷെ നീ വന്ന് ഫുഡ് കഴിക്കി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ എനിക്ക് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞ ഒന്നും തന്നെ കഴിക്കുന്നില്ല, അവിടെ തന്നെ കിടക്കാണ്. രാത്രി അർജുൻ കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ റുക്സാന വേസ്റ്റ് ഇട്ട് വെച്ച ബാസ്ക്കറ്റിൽ നിന്ന് വിശന്നിട്ടാണെന്ന് പറഞ്ഞ് ഫുഡ് എടുത്ത് കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവനും വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നാണ് ഫുഡ് എടുത്ത് കഴിക്കേണ്ടത്, വേസ്റ്റ് എല്ലാം എടുത്ത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് എടുത്ത് അവൾക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അവൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഇനിയും ഇട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ ആ ഒരു പ്ലേറ്റിൽ ഉണ്ടായിരുന്ന ഫുഡ് മുഴുവൻ അവൾക്ക് ഇട്ട് കൊടുക്കാണ്. അവളും വിശപ്പുള്ളതുകൊണ്ട് നല്ല ഫാസ്റ്റിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അർജുൻ അടുത്തിരുന്ന് നോക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ഓർഫനേജിലേക്ക് അവളെ ചേർത്താനായിട്ട് അർജുൻ കൊണ്ടുപോകുന്നുണ്ട്. റുക്സാനയെ അർജുൻ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി ചേർക്കാമെന്ന് കരുതി അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവിടെയുള്ള ആൾക്കാരെ കണ്ട് അവൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനും മനസ്സ് തീരെ സമ്മതിക്കാതെ അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ടുപോരാണ്. മറ്റു സാധാരണ മനുഷ്യരെ പോലെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുക, കോഫി കുടിക്കുക, ഇതെല്ലാം അർജുൻ റുക്സാനക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അർജുൻ ഭയങ്കര കെയറിങ്ങോടുകൂടി ഭയങ്കര സ്നേഹത്തോടുകൂടി അവളെ നോക്കുന്നോണ്ട് തന്നെ അർജുനോട് അവൾക്ക് ഒരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഒരു ദിവസം അവള് TV-യിൽ കാർട്ടൂൺ കണ്ടോണ്ട് നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അറിയാതെ ചാനൽ മാറി പോകുന്നുണ്ട്. ആ ഒരു ചാനലില് കുറച്ച് റൊമാൻറ്റിക് സീൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് അവളും അവിടെ നിന്ന് എണീറ്റ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഐ ലവ് യു ടു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ. നോക്കുമ്പോൾ അവളുടെ നഖങ്ങൾ ഭയങ്കരമായിട്ട് വലുതാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവളും നഖം വെട്ടാനായിട്ട് നെയിൽ കട്ടർ നോക്കുന്നുണ്ടെങ്കിലും അത് അവിടെ ഒന്നും കാണാനില്ല. അവള് ഭയങ്കര തിരക്കിട്ട് അത് നോക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ തന്നെ അവൾക്ക് നഖം വെട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ കിച്ചണിൽ പോയ അവൾ ഒരു കത്തി എടുത്ത് നഖം വെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അർജുൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളുടെ കാലിലും കയ്യിലൊക്കെ ഒരുപാട് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. കത്തി കൊണ്ട് മുറിഞ്ഞതായിരുന്നു എല്ലാം. നെയിൽ കട്ടർ കിട്ടാത്തതുകൊണ്ട് കത്തി എടുത്ത് നഖം വെട്ടിയില്ലേന്ന് അർജുൻ അവളോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഓയിൽമെന്റ് എടുത്തിട്ട് മുറിവില് പരട്ടാനായിട്ട് അവളോട് പറഞ്ഞ് അത് അവളുടെ കയ്യിലായിട്ട് കൊടുക്കുമ്പോൾ കാല് അവനക്ക് നേരെ നീട്ടി നീ തന്നെ പരട്ടി തായോ എന്ന് അവള് പറയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അർജുനോട് അവള് ഐ ലവ് യു ടു എന്നും പറഞ്ഞ് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നീട് അവര് ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ ഒന്നിച്ച് കഴിയാനായിട്ട് തുടങ്ങി. ഇപ്പൊ പിറ്റേ ദിവസം രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കോഫി കുടിക്കുന്ന സമയത്ത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റുക്സാനെ കാണുന്നുണ്ട്. അവൾ എന്തിനാണ് ഇപ്പോഴും നിനക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൾ നിന്നെ വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇതോടുകൂടി ഇത് നിർത്തിക്കോളാനായിട്ട് ഭയങ്കര ദേഷ്യത്തോടുകൂടി അർജുനോട് റുക്സാന പറയുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം അർജുൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പ്രൊഫസർ വന്നതിന് ശേഷം ആ ഒരു പെൺകുട്ടി നിന്റെ കൂടെയാണോ ഉള്ളത്, അവളൊരു മനുഷ്യ സ്ത്രീ അല്ലാന്നോ ഒരു മോൺസ്റ്റർ ആണെന്നും അത് നിനക്ക് ആപത്തുണ്ടാക്കുമെന്നെല്ലാം പറയാണ്. എന്നാൽ അർജുൻ ഇതൊന്നും വിശ്വസിക്കാതെ ആ ഒരു പെൺകുട്ടി എന്റെ കൂടെ ഒന്നുമില്ല, മര്യാദക്ക് പുറത്തു പോകുന്നു പറഞ്ഞ ഒരു സെക്യൂരിറ്റിയെ വിളിച്ചുകൊണ്ട് പ്രൊഫസറെ പുറത്താക്കുന്നുണ്ട്. അർജുൻ
ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ അവനെ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത മോർച്ചറിയിലുള്ള ആളായിരുന്നു. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ച് ആ ഒരു നടു റോട്ടി കിടന്ന് രണ്ടുപേരും തല്ലുകൂടുന്നുണ്ട്. ആ തല്ലിനിടയിൽ ആ ഒരാള് കൈ കിട്ടിയ ഒരു കല്ലെടുത്ത് അർജുന്റെ തല കിട്ടുമെന്ന് കൊടുക്കാണ്. വീട്ടിലാണെങ്കിൽ റുക്സാന ഒരു സാരി പോലെ എടുത്തതിന് ശേഷം പേപ്പർ കൊണ്ട് കമ്മലും മാലയും വളയും ഒക്കെ ഉണ്ടാക്കി കണ്ണാടിയിൽ നോക്കി അവളുടെ ഭംഗി തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ ഇപ്പൊ തലയിലെ മുറിവും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. നിന്നെ ആരാണ് അടിച്ചതെന്ന് റുക്സാന ചോദിക്കുന്നുണ്ട്. അർജുൻ അതിന് മറുപടി പറയാതെ എന്തുകൊണ്ടാണ് എല്ലാവരും നിന്നെ അന്വേഷിച്ച് നടക്കുന്നത്, ശരിക്കും നീ ഒരു മോൺസ്റ്റർ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ അവൾ അതിന് മറുപടി പറയുന്നില്ല. നിന്നെ ആരാണ് അടിച്ചത് എന്ന് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മോർച്ചറിയിലുള്ള ആളാണ് ഇങ്ങനെ ചെയ്തതെന്ന് അർജുനും പറയുന്നുണ്ട്. ഇപ്പൊ ഓയിൽമെന്റ് എല്ലാം പരട്ടി കൊടുത്ത് അർജുന ഉറക്കിയതിനു ശേഷം റുക്സാന ആ ഒരു മോർച്ചറിയിലുള്ള ആളെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അയാളെ കൊന്നിട്ടതിന് ശേഷം അവൾ അവിടെ നിന്ന് പോരാണ്. പിറ്റേ ദിവസം അർജുൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നിട്ട് തലയിൽ മുറിവുള്ളത് കണ്ടിട്ട് ബാൻഡേജ് എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം അവനെ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്ന സമയത്ത് തല കീഴായി തൂങ്ങിക്കിടന്ന് റുക്സാന അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അർജുനും കാണുന്നുണ്ട്. പേടിച്ചു പോയ അവൻ ആ പെൺകുട്ടിയെ വേഗം തന്നെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. അവളും ഇതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് പിണങ്ങി പോകാണ്. ആ ഒരു പെണ്ണ് പോയതിനു ശേഷം തിരിച്ചു വന്ന റുക്സാന അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പെണ്ണ് വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അവളുടെ ഫോണ് വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. വേറൊരു പെണ്ണിന്റെ കൂടെ താമസിക്കുന്നത് കണ്ട അവളും ഇനി നമ്മ രണ്ടുപേരും തമ്മിൽ സെറ്റ് ആവില്ലാന്നും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല, കല്യാണം ക്യാൻസൽ ആയി എന്നും പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോവാണ്. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അർജുനും ഭയങ്കര ദേഷ്യത്തില് റുക്സാനയോട് നീ ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കരുതെന്നും മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്. അവൾക്കും നല്ലതുപോലെ തന്നെ ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അർജുന്റെ കൊരക്കില് പിടിച്ചിട്ട് അവള് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അർജുൻ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. പിന്നീട് അവൾ എത്ര മര്യാദക്ക് സംസാരിക്കാൻ വന്നാലും അർജുന് ഭയങ്കരമായിട്ട് പേടി തോന്നാണ്. അവളൊരു റൂമിലിട്ട് പൂട്ടിയതിനു ശേഷം TV ആണെന്ന അർജുൻ ന്യൂസിൽ കാണാണ് മോർച്ചറിയിലുള്ള ഒരാള് ഒരു പെണ്ണ് വന്നിട്ടാണ് കൊന്നിട്ടിട്ട് പോയതെന്ന്. അർജുന് റുക്സാനയുടെ അടുത്ത് ചെന്നിട്ട് നിന്നെ ഇപ്പൊ കാണുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ചങ്ങലയിൽ കെട്ടിയിടട്ടെ എന്ന് ചോദിക്കാണ്. അവളും അതിന് സമ്മതിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ചങ്ങല വാങ്ങി അവളുടെ കാലില് അവള് തന്നെ കെട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് റുക്സാന അർജുന്റെ കൈ പിടിച്ച് അവളുടെ വയറ്റിൽ വെച്ചതിന് ശേഷം അവള് പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട അർജുനും ഭയങ്കരമായിട്ട് ഷോക്ക് ആവാണ്. കാരണം അവൻ ഇതിനോടകം തന്നെ ആ ഒരു പ്രൊഫസറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. റുക്സാന ഭയങ്കര സന്തോഷത്തോടുകൂടി അർജുന്റെ കൈ എടുത്ത് അവളുടെ വയറ്റിൽ വെച്ചതിന് ശേഷം അവള് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് കേട്ട അർജുൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആവാണ് ചെയ്തത്. ഇവളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ജിന്നുകളൊക്കെ പിടിക്കുന്ന ഒരു പ്രൊഫസറെ അവൻ ഇതിനോടകം വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ആരോ വരുന്ന സൗണ്ട് കേട്ട റുക്സാനയും അർജുനോട് ആരോ വരുന്നുണ്ട്, വേഗം പോയി ഡോറ് ക്ലോസ് ചെയ്യെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ ആ ഒരു പ്രൊഫസർ അയാളുടെ ആൾക്കാരെയും കൂട്ടി തന്നെ അകത്തേക്ക് വരുന്നുണ്ട്. പേടിച്ചു പോയ റുക്സാനയും അർജുന്റെ ബാക്കിലായിട്ട് ഒളിച്ചു നിൽക്കാണ്. എന്നാൽ അർജുൻ ഒന്നും മിണ്ടാതെ അവൾ അവിടെ ഒറ്റക്കാക്കിക്കൊണ്ട് മാറി നിൽക്കാണ്. കരഞ്ഞുകൊണ്ട് അവള് എനിക്ക് പേടിയാവുന്നൊന്നും എന്നെ വിട്ടിട്ട് പോകല്ല, എല്ലാവരും കൂടി എന്നെ കൊന്നു കളയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അർജുൻ വീടിന്റെ ചാവി ആ ഒരു പ്രൊഫസർക്ക് കൊടുത്തതിന് ശേഷം കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു പ്രൊഫസർ ഇപ്പൊ കൂടെയുള്ള ആൾക്കാരോട് എത്രത്തോളം അവളെ നമ്മൾ ഉപദ്രവിക്കുന്നോ അത്രത്തോളം അവളുടെ ശരീരത്തിലെ വിഷം കൂടി ആ ഒരു സ്പോട്ടിൽ തന്നെ അവൾ മരിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. അവരാന്ന് വെച്ചാൽ ആവുന്ന വിധം അവളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് തന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അർജുൻ അവന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അച്ഛനും അമ്മയും അവനോട് എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി കല്യാണം വേണ്ട എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി ഡോർ ക്ലോസ് ചെയ്തതിനു ശേഷം ഭയങ്കരമായിട്ട് മൂഡ് ഔട്ട് ആയിട്ട് നിൽക്കാണ്. റുക്സാന ഒരു ജിന്നായതുകൊണ്ട് തന്നെ ഒരു മാസത്തില് അവൾക്ക് കുട്ടി ജനിക്കായിരുന്നു. അർജുൻ റുക്സാനയെ വിട്ടുവരുന്ന ആ ഒരു ടൈമിൽ തന്നെ അവൾ ഒരാഴ്ച പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പൊ വിട്ടു വന്നതിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ എന്ന് വെച്ചാൽ ഒരു ഗർഭിണി പെണ്ണിനെ അവിടെ ഒറ്റക്ക് വിട്ടു വന്നതില് ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ അവന് കല്യാണം കഴിക്കാൻ ഇരുന്നിരുന്ന ആ ഒരു പെൺകുട്ടി അവനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയോട് നടന്ന കാര്യങ്ങളെല്ലാം അർജുൻ തുറന്നു പറയാണ്. എന്നാ ആ ഒരു പെണ്ണ് അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നീ അവളെ ഇട്ടിട്ട് പോകുന്നത് ഭയങ്കര തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനും വേഗത്തില് റുക്സാനയെ കാണാനായിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടേക്ക് പോയി നോക്കുമ്പോ അവൾ ഓൾറെഡി അവിടെ കാവലിൽ നിന്നിരുന്ന 2 പേരെ കൊന്നതിന് ശേഷം ആ ഒരു പ്രൊഫസറെ കൂടി കൊല്ലാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവസാനം ഭയങ്കര കൊടൂരായിട്ട് ആ ഒരു പ്രൊഫസറെ തന്നെ അവൾ കൊന്നുകളയാണ്. അർജുൻ അവന്റെ വീട്ടില് ചുറ്റുപാടൊക്കെ നോക്കുന്ന സമയത്ത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെണ്ണിന്റെ ഡ്രോയിങ്ങിൽ രക്തക്കറ ഉള്ളതായിട്ട് അവൻ കാണുന്നുണ്ട്. അങ്ങനെ അവനക്ക് മനസ്സിലാവാണ് റുക്സാന അടുത്തതായിട്ട് പോവാൻ പോകുന്നത് ആ ഒരു പെണ്ണിനെ കൊല്ലാനായിരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണിനെ വിളിച്ച അർജുനും അവളിപ്പോ നിന്റെ അടുത്തേക്കാണ് വരാൻ പോകുന്നതെന്നും വാതിലും ജനലും എല്ലാം നല്ല മുറുക്ക അടിച്ച് സേഫ് ആയിട്ട് ഇരിക്കാനെല്ലാം പറയുന്നുണ്ട്. ആ ഒരു പെണ്ണും അവൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ വാതിലും പൂട്ടിയിടുന്നുണ്ട്. പക്ഷെ ഓൾറെഡി ആ വീടിനുള്ളിൽ തന്നെ റുക്സാന കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പെണ്ണിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് കൊല്ലാൻ പോകുന്ന സമയത്ത് അറിയാതെ റുക്സാനയുടെ വയറ് എന്തിലോ കൊണ്ടുപോയി ഇടിക്കുന്നുണ്ട്. നിറമാസ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് പ്രസവ വേദന വരാണ്. ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ്
ഉറപ്പ് മുതലാക്കിക്കൊണ്ട് ആ ഒരു പെണ്ണ് റുക്സാനയെ കൊല്ലാനായിട്ട് ഒരു വടിയെടുത്ത് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ റുക്സാന ഭയങ്കര വേദനയോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ആ ഒരു പെണ്ണ് നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവളുടെ പ്രസവം നോക്കുന്നുണ്ട്. അങ്ങനെ റുക്സാനക്ക് ഒരു കുട്ടി ജനിക്കുന്നുമുണ്ട്. റുക്സാനക്ക് ആ ഒരു കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ ഒരു പെണ്ണ് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അർജുൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റുക്സാന ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അർജുൻ അവിടെ ആ ഒരു പെണ്ണും ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നെന്നും കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ എവിടേക്കോ പോയി എന്നും പറയാണ്. കുട്ടിയോ എന്ന് അർജുൻ ഭയങ്കര ആശ്ചര്യത്തോടുകൂടി കുട്ടിയെ പോയി നോക്കുന്നുണ്ട്. ഇപ്പൊ റുക്സാന എവിടേക്കായിരിക്കും പോയിരിക്കുന്നതെന്ന് അവർ രണ്ടുപേരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. അവള് തീർച്ചയായിട്ടും അവള് വന്ന ആ ഒരു കാട്ടിലേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെ റുക്സാനയെ കാണാനായിട്ട് അവള് ജീവിച്ച് വളർന്നു വന്ന ആ ഒരു കാട്ടിലേക്ക് പോകുന്നുണ്ട്. അർജുൻ അവിടേക്കും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റുക്സാന അവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ടെങ്കിലും ഇപ്പല്ല അവളുടെ പ്രസവം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ മുകളിൽ നിന്ന് അവൾ താഴേക്ക് വീഴാണ്. അവിടെ വേദന കൊണ്ട് കിടക്കുന്ന സമയത്ത് അർജുൻ ഓടി വന്ന് അവളെ മുറുക്കി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ പേടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും നിന്നോട് ചെയ്തതൊക്കെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമെന്നും പറയാണ്. റുക്സാനയും കരഞ്ഞുകൊണ്ട് അർജുനോട് നമ്മളുടെ കുട്ടിയെ നീ കണ്ടില്ലേ, ആ ഒരു കുട്ടി എന്നെ പോലെ അല്ല ഉള്ളത്, നിന്നെ പോലെ നോർമൽ മനുഷ്യൻ തന്നെയാണ്, ആ കുട്ടിയെ നന്നായി തന്നെ നോക്കണം എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലത്ത് തന്നെ റുക്സാന മരിച്ചു പോകുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കും.